Hello guys, assalamu alaikum. Welcome back to my channel. നല്ല ഡോർ മാറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളുടെ വീടിൻ്റെ പോസിറ്റിവിറ്റി അതുപോലെ തന്നെ ഭംഗിയൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുമല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ന്യൂ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡോർ മാറ്റ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ മാക്സിയാണ് കേട്ടോ ഒരു ബേസിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. മാക്സിയുടെ അടിഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 16 ഇഞ്ചസ് ആണ് വീതി. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 22 ഇഞ്ചസ് ആണ്. നമ്മളുടെ സാധാരണ ഡോർമാറ്റിൻ്റെ ഒക്കെ ഒരു വീതി നീളം തന്നെയാണ്. ഇനി ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതായത് ഇതിൻ്റെ 4ാമത്തെ അരക്കെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 1/4 ഭാഗമായിട്ട് സ്റ്റിച്ചിങ് അവിടെ നിർത്തണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇതിനെ ഒന്ന് നീറ്റാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ എല്ലാ അരികും നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു കമ്പിളി നൂലാണ് കേട്ടോ. 2 കളറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാ ഷോപ്പിലും ഇത് കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഡോർമാറ്റ് നമ്മൾ ഭംഗി കൂട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ നൂലിങ്ങനെ വലിച്ചിട്ട് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതുപോലെ ഈ നൂലിനെ ഫുള്ളായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം അടിഭാഗത്തായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഒരു കളർ നൂല് വെച്ച് കൊടുത്തു. ഇനി അടുത്ത കളറും ബ്ലാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്നുണ്ട് കേട്ടോ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിൻ്റെ ഡിസൈൻ മാറ്റി മറിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഇതിന് വെച്ച് ഇങ്ങനെ ചെയ്തെന്ന് മാത്രം. നിങ്ങൾക്കിത് ഇടയിലായിട്ടോ മുകളിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഓരോ കളറായിട്ടാണ് കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ കറുപ്പും വെച്ചു. ഇനി അടുത്തത് ഈ മഞ്ഞ തന്നെ വെക്കുകയാണ്. അങ്ങനെ ഈ ചവിട്ടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഞാൻ ഇവിടെ 6 കളറാണ് കേട്ടോ എനിക്ക് ചവിട്ടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. 3 മഞ്ഞയും 3 കറുപ്പുമാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ അറ്റമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു മുട്ടുസൂചി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ആദ്യം ഒന്ന് സെക്യൂർ ചെയ്ത് കുത്തി വെക്കണം. അല്ലെങ്കിൽ ഇത് എടുക്കുമ്പോൾ വിട്ടുപോരും. 2 സൈഡും ഇതുപോലെ ഒന്ന് മുട്ടുസൂചി ഉപയോഗിച്ചൊന്ന് കുത്തി വെക്കുക. അപ്പോൾ ഞാൻ 2 സൈഡും ഇതുപോലെ ഒരു മുട്ടുസൂചി ഉപയോഗിച്ചിട്ട് നല്ല സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മെഷീനിലേക്ക് എടുക്കുമ്പോൾ ഇത് എങ്ങോട്ടും ഇളകി പോകുമൊന്നുമില്ല. നമുക്ക് വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഓരോ മുട്ടുസൂചിയായിട്ട് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് നമ്മൾ ഈ 2 സൈഡാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ മുട്ടുസൂചി വെച്ചതിൻ്റെ അപ്പുറത്ത് സൈഡിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ നൂല് നമുക്കിങ്ങനെ കൊളത്തി വലിക്കുന്നതായിട്ട് ഒന്ന് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം അടിക്കുക.
രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ടും ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല സെക്യൂർ ആയിട്ട് നിൽക്കും, പിന്നെ ഇങ്ങോട്ടും പോകുമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ രണ്ടരികും സെൻറ്ററും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തു. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അത് നമ്മൾ തിരിച്ചിട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല സുഖം ഉണ്ടാവും, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്റ്റിച്ചല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം, എങ്കിലേ അത് കൂടുതൽ സെക്യൂർ ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. 2 സ്റ്റിച്ച് കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഞാനിത് ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ അരികു ഭാഗമൊക്കെ തൂങ്ങിക്കിടക്കുന്നില്ലേ, അതൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡോർമാറ്റാണ് കേട്ടോ ഇത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരു റിസ്ക്കും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ചാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. നമ്മളുടെ എല്ലാ സ്റ്റിച്ചിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു മോഡലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈവച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡോർമാറ്റ് കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ടൊരു വർക്ക് കൂടി കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു പഴയ ഷോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ 2ആക്കി ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ദാ ഈ ഫ്രില്ലിട്ട ഭാഗം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ടിട്ട് അതിനൊരു പതിച്ചടിയും കൊടുക്കണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം ഇതിനെ തിരിച്ചിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ട് എന്നിട്ട് ഈ ഫ്രില്ലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ ചുറ്റിനും ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ചുറ്റിനും അടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കിടിലനായിട്ടുള്ള നമുക്കൊരു ഡോർമാറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിലിടുകയാണെങ്കിൽ നമ്മളെ വീടിനൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തായാലും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുമെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.